കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞെട്ടിയൊന്നല്ല, ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അടുത്ത എന്താണെന്ന് അറിയാനായിട്ട് ഒരു ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതായിരുന്നു. രണ്ടുപേരെ മേടിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. വിനായകൻ്റെ ആയാലും മമ്മൂട്ടിൻ്റെ ആ വില്ലൻ റോള് ഒരു രക്ഷയില്ല, അടിപൊളി ഗംഭീര പടമാണ്. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി സാധനം. മമ്മൂക്ക നിങ്ങൾ വേറെ ലെവല്, വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ ലെവല്. മമ്മൂക്ക ഞെട്ടിച്ചു കളഞ്ഞു, ഒപ്പം വിനായകൻ ചേട്ടനും മത്സരിച്ച് അഭിനയിച്ചു. മൊത്തത്തിൽ അടിപൊളി പടമാണ്, ഭയങ്കര അടിപൊളിയായിരുന്നു. വിനായകൻ നന്നായിട്ട് തന്നെ ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആളും മമ്മൂക്കയും കട്ടയ്ക്ക് തന്നെ നിന്നു. രണ്ടുപേരും അടിപൊളി കട്ടയ്ക്കാണ്. മമ്മൂക്ക വേറെ ലെവലായിരുന്നു, പക്ഷെ സസ്പെൻസ് ഇട്ടിട്ടാണ് മൂവി നിർത്തിയേക്കുന്നത്. ചിലപ്പോൾ രണ്ടാമത്തെ പാട്ട് ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെയാണ് നമ്മൾ ഈച്ച് ഓഫ് അസ് എവിടെയാണ് പ്ലേസ്ഡ് അയക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എല്ലാം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് ഇത് കാണുമ്പോഴത്തേക്കിന് ലാസ്റ്റിൽ വന്ന് ഒരു ബിഗ് കേക്ക് ആസ് എ ട്രീറ്റ് തന്ന പോലെയുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. തിയേറ്ററിൽ വന്ന് കളങ്കാവിൽ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല എക്സ്പീരിയൻസ്. ഞാൻ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് തന്നെ ഒരു റെട്രോ മോഡിലുള്ള സോങ് ആണെന്നായിരുന്നു. അപ്പം അതിൽ അതുമായിട്ട് സിറ്റുവേഷനിൽ ചെയ്യാൻ പറഞ്ഞു, നമ്മളങ്ങനെ ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊക്കെ വേണ്ടി പാട്ട് എഴുതാന്ന് പറയുന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. താങ്ക് യു. തിയേറ്ററിൽ കണ്ട സമയത്ത് ആക്ച്വലി ഇപ്പം എന്താ പറയുക, ഡ്രീം കം ട്രൂ അല്ല വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നം നടന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പരിപാടി ഗൂസ്ബം മൊമെൻറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി നിങ്ങളെ കണ്ടിട്ട് തീരുമാനിക്കുക. ഇപ്പം അന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മമ്മൂട്ടി സാർ അന്ന് സ്റ്റേജിൽ പറഞ്ഞതിൻ്റെ ഒരു റിവർബ് ഇനിയും കഴിഞ്ഞിട്ടില്ല എനിക്ക്. ഇതിങ്ങനെ അതിൻ്റെ എഫക്റ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ പടം കണ്ടോ? ഹാപ്പിയാണോ? ഓക്കെ, അടിപൊളി അതിലപ്പുറം ഫുള്ള് സസ്പെൻസ് അടിപൊളി, ക്ലൈമാക്സ് എല്ലാം കൊണ്ടും അടിപൊളി, സൂപ്പർ മൂവി. പെർഫോമൻസ് വേറെ ലെവൽ. വിനായകൻ്റെ ആയാലും മമ്മൂട്ടിൻ്റെ ആ വില്ലൻ റോള് ഒരു രക്ഷയില്ല, അടിപൊളി, എല്ലാം കൊണ്ട് സൂപ്പർ. ഒരു രക്ഷ, അടിപൊളി മൂവി. നല്ല സസ്പെൻസും അതേപോലെ അടിപൊളി ക്ലൈമാക്സ് ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ മൂവി, അടിപൊളി. മമ്മൂട്ടിൻ്റെ ഒക്കെ വേറെ പെർഫോമൻസ്, വേറെ ലെവൽ പെർഫോമൻസ്. വിനായകൻ അതിലും സൂപ്പർ. കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മൈൻഡ് ബ്ലോയിങ്, അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നിമിഷം വരെ നമ്മളിങ്ങനെ ലൈക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് ഇങ്ങനെ പിടിച്ചു നിർത്താറുണ്ട്. ഇറ്റ് വാസ് റിയലി ഗുഡ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നായകനും ഇല്ല വിനായകനും ഇല്ല, മമ്മൂക്ക തൂക്കി. രണ്ടുപേരെ മേടിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. നല്ല പടമാണ്. മ്യൂസിക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ അഭിനയം കൊള്ളാം. വിനായകൻ അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി പടമാണ്. കിക്കിങ് ഒന്നും പറയാനില്ല, ഗംഭീര പടമാണ്. പെർഫോമൻസ് കിടിലൻ. നിങ്ങൾ കാണും എന്തായാലും, വൻ പരിപാടിയാണ്. വിനായകൻ എല്ലാവരും അടിപൊളിയായിരുന്നു. ഓൾ ടീം എല്ലാവരും കിടിലൻ പരിപാടിയായിരുന്നു. പെർഫോമൻസ് എടുത്ത് പറയാനുള്ളത് പിന്നെ ഒരു നെഗറ്റീവ് ഓവറുള്ള ക്യാരക്ടറാണ്. പക്ഷേ അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു പെരിഫറൽ ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെന്റിലായിട്ടുള്ള, എല്ലാവരോടും ഭയങ്കര ജെന്റിലായിട്ട് ഇടപെടുന്ന, അവരുടെ നമ്മൾ അവരുടെ കൂടുതലുള്ള വ്യക്തികളുടെ അവസാന മൊമെൻ്റ് വരെയും അവരെ ഹാപ്പിയായിട്ട് നിർത്തുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ പെരിഫറൽ ഓവറയും ആ ഇൻറ്റേർണൽ ക്യാരക്ടറൈസേഷനും കൂടെ ഉള്ള കോൺട്രിബ്യൂഷനിൽ ഒരു പുതിയ സാധനം അദ്ദേഹം ഒബ്വിയസ്ലി അദ്ദേഹം തരുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അടിപൊളി. നിങ്ങൾ കണ്ടോ? കണ്ടില്ല? എന്താ അടിപൊളി പടം, അടിപൊളി. അടുത്ത നെക്സ്റ്റ് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അടിപൊളിയാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ നല്ല രീതിയിൽ തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ എന്തായാലും ആസ് യൂഷ്വൽ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഓരോരുത്തരും 23 പേരും പല സീൻസിലായിരുന്നു എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ സ്റ്റോറി ഇപ്പോഴാണ് നമ്മളും കാണുന്നത്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണും. അടിപൊളി. രണ്ടുപേരും അടിപൊളി കട്ടയ്ക്കാണ്. മമ്മൂക്ക വേറെ ലെവലായിരുന്നു, പക്ഷെ സസ്പെൻസ് ഇട്ടിട്ടാണ് മൂവി നിർത്തിയേക്കുന്നത്. ചിലപ്പോൾ രണ്ടാമത്തെ പാട്ട് ഉണ്ടാവുമോ എന്നൊരു സംശയം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയും വിനായകൻ ചേട്ടനും കൂടിയും മത്സരിച്ച് അഭിനയിച്ചേക്കണം. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. വിനായകൻ ചേട്ടൻ പറയണ മാതിരി തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞ് അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പൊളിക്ക് തന്നെ. അപ്പോൾ ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം തൂക്കും. അടുത്ത വർഷം വരെ നിന്ന് കത്തും. അതിനുള്ള പടമുണ്ട്. ഞാൻ സംവിധായകനെ ഇപ്പോൾ കണ്ട് മച്ചാൻ നമുക്ക് നല്ലൊരു അനുഭവം തന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി സാധനം. നമുക്ക് നിങ്ങൾ വേറെ ലെവല്, വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ ലെവല്.